പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഈ മാതൃദിനത്തിൽ ഒരു ചെറിയ സന്ദേശം പങ്കുവയ്ക്കട്ടെ ആശംസകളോടെ. നിങ്ങളൊരുപക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു സെൻറ്റൻസാണ് ഞാൻ ആരംഭത്തിൽ പറയാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ കന്യാമറിയാം കഞ്ചിക്കോട് നൽകിയ സന്ദേശങ്ങളിൽ 49-ാം സന്ദേശത്തിലെ ഒരു വാക്യം: സത്യം പൂർണ്ണമായി നിരസിക്കപ്പെടുന്നില്ല എന്ന വ്യാജേന അപകടകരമായ വിധത്തിൽ അസത്യം പ്രചരിപ്പിക്കപ്പെടുന്നു. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സത്യത്തെ തള്ളിക്കളഞ്ഞ് ആധുനികമായ രീതിയിലുള്ള പഠനങ്ങളും പ്രവർത്തനങ്ങളും മനുഷ്യവംശത്തെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കും. മക്കളെ തിരിച്ചറിയുക, കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയുക. ഇവിടെ മറ്റ് അസത്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് പൂർണ്ണമായി നിരസിക്കപ്പെടുന്നില്ല എന്ന വ്യാജേന അപകടകരമായ രീതിയിൽ തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് മാതൃത്വം. മാതൃത്വം ഇല്ലാതെ മാനവകുലത്തിന് നിലനിൽക്കാനാകില്ല. കാർമേഘമായി ആകാശത്ത് വിരിഞ്ഞ മാതൃത്വത്തിൽ നിന്ന് പെയ്തിറങ്ങിയ തേന്മഴയാണ് ക്രിസ്തുവെന്നൊക്കെ പൂർവികർ പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു നാൾ ആ മഴ മനുഷ്യനെ വിശുദ്ധീകരിക്കാനുള്ള പ്രളയമായി മാറിയപ്പോൾ വീണ്ടും ആ കാർമേഘത്തോടൊത്ത് ഒരു മഴവില്ല് ഉടമ്പടിയായി ദൈവം സ്ഥാപിച്ചു. ഒരുപക്ഷെ മഴവില്ലിൻ്റെ മഴവില്ലായോ ഒക്കെ മാതാവിനെ കരുതുവാൻ ഞാൻ പ്രേരിതനാകുകയാണ്. വിശുദ്ധിയുടെ അടയാളമായ വെള്ള നിറത്തിൽ നിന്നും വിരിഞ്ഞു വരുന്ന ഈ 7 നിറങ്ങൾ: ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ് എന്നീ നിറങ്ങൾ എത്രയോ മനോഹരമായാണ് വിരിയുക. അത് ഒരു ഉടമ്പടിയാണ്. പരിശുദ്ധ കന്യാമറിയത്തിലൂടെ, ഈ ഉടമ്പടി പേടകത്തിലൂടെ ഈശോ പൂജാതനായത് കന്യകയുടെ മാതൃത്വത്തിലൂടെയാണ്. മാതൃത്വം വെറും ഒരു ജഡത്തിൽ ഒതുങ്ങുന്നതല്ല, അത് ആത്മീയമാണ്. സ്വന്തം രക്തം വെളുപ്പ് നിറമുള്ള പീയൂഷമായി നൽകി മക്കളെ വളർത്തുന്ന അമ്മ ഗർഭം ധരിക്കുന്ന നിമിഷം മുതൽ ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ എന്തുമാത്രം വേദനിക്കുന്നുവെന്ന് വളരെ സ്റ്റിഞ്ചി ആയിട്ടുള്ള ഡയറ്റ് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ, മിനിഞ്ഞാന്ന് രാത്രിയിൽ നിറഞ്ഞ ഈലുകളായിരുന്നു എങ്ങും. ഇവിടെയുള്ള മാതാവിൻ്റെ കപ്പേളയിൽ ഇന്നലെ ഉച്ചവെയിലിൽ ഞാനതെല്ലാം വൃത്തിയാക്കുമ്പോൾ പലരും അത് കണ്ടതുകൊണ്ട് പറയുകയാണ്. മൈനസ് സെമിനാരിയിൽ 3 വർഷം മാതാവിൻ്റെ കപ്പേള അടിച്ചു വാരാറുണ്ടായിരുന്നു ഞാൻ. ഈലുള്ള ദിവസങ്ങളിൽ രാവിലെയും അടിക്കുമായിരുന്നു. അന്ന് അനുഭവിച്ച ആ മാതൃസ്നേഹം മാതൃത്വത്തിന് നിറവായ ഉള്ളിലുള്ളതുകൊണ്ടാണ് തീരെ വയ്യെങ്കിലും ഇന്നലെ ഞാനത് ചെയ്തത്. ഇന്നലെ വൈകുന്നേരം ഇന്ന് മാതൃത്വ ദിനത്തിന് നൽകേണ്ട സന്ദേശത്തിനായി ഒരുങ്ങുമ്പോൾ ബ്രദേഴ്സ് കൊണ്ടുതന്ന വെള്ളം വളരെ ആഴമായ കസ്തൂരിമാൻ്റെ കസ്തൂരി ഗന്ധം പോലെ, സുഗന്ധം പോലെ എപ്പോഴും പരിമളപൂരിതമാണ്. പരിശുദ്ധ കന്യാമറിയാം വ്യക്തിപരമായ ഒത്തിരി അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ആരുടെയും അംഗീകാരത്തിന് മുമ്പിൽ അത് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
വലിയ മാതൃത്വത്തിൻ്റെ നിറവിൽ ആത്മീയമോ ഭൗതികമോ ആയ ഗർഭഛിദ്രം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവം തമ്പുരാൻ പരിശുദ്ധ കന്യാമറിയമാകുന്ന ആദ്യ സക്രാരിയിലൂടെ എനിക്ക് 11 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വിളിച്ച ഒരു ഉൾവിളി ഉണ്ട്, ജീവൻ്റെ ശുശ്രൂഷ. ആ ജീവൻ്റെ ശുശ്രൂഷയിൽ മാതൃത്വത്തിൻ്റെ വില ഞാൻ കണ്ടിട്ടുണ്ട്. 40-45 വർഷങ്ങൾക്ക് മുൻപും ചെയ്ത അബോർഷനെ ഓർത്ത് ഹീലിങ്ങിന് വേണ്ടി ദിവികാരണം ഉയർത്തി പ്രാർത്ഥിക്കവേ അതിനു മുമ്പിൽ നിരനിരയായി വന്ന് മുട്ടുകുത്തുന്ന അബോർഷൻ ചെയ്തവരുടെ കണ്ണുനീർ എൻ്റെ കാലിൽ വീണ് കുതിർന്നപ്പോൾ ഓരോ കണ്ണുനീരിനുമുള്ള ചൂട് ഞാൻ അനുഭവിച്ചപ്പോൾ പല അമ്മച്ചിമാരും പറയാറുണ്ട്, ഓരോ മക്കളുടെയും കണ്ണുനീരിന് വ്യത്യസ്തമായ അനുഭവമാണ്, ചൂടാണ്, രുചിയാണ്. അത്രമാത്രം നമ്മുടെ കണ്ണുനീര് ഏറ്റുവാങ്ങി നമ്മുടെ ജീവന് വേണ്ടി സ്വന്തം രക്തം, മഴവില്ലിൻ്റെ ചുവപ്പ് നിറമുള്ള രക്തം, അതിൻ്റെ പൂർണ്ണതയും ഐക്യവുമായ വെള്ള പീയൂഷത്തിലൂടെ പകർന്നിരുന്ന അമ്മമാരെ നമ്മൾ മറക്കരുത്. ഇന്ന് സത്യത്തിനെതിരെ അസത്യം പോരാടുകയാണ്. മാതൃത്വത്തിനെതിരെ, മാതൃരാജ്യത്തിനെതിരെ മക്കൾ തന്നെ പോരാടുകയാണ്. നമ്മുടെ മാതൃരാജ്യത്തെയും സമർപ്പിക്കാം. മാതൃത്വത്തെ ഏറ്റുവാങ്ങിയിട്ടുള്ള, ആത്മീയവും ഭൗതികമായി ഏറ്റുവാങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഒരു മഴവില്ലായി മേഘത്തോടൊപ്പം ഉയർന്നു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആദ്യസക്രാരിയായ വിമല ഹൃദയത്തിൽ കൂതാശകളുടെ നിറവിൽ വിവാഹമെന്ന കൂതാശ സ്വീകരിച്ച് അമ്മമാരായ എല്ലാവർക്കും മക്കളുടെ കരുതൽ എപ്പോഴും വേണം. അകലെയായാലും അടുത്തായാലും ഓടി എത്താൻ പറ്റുമെന്ന് ഓർക്കുക. ഈ ലോകസുഖത്തിൻ്റെ പൂർണ്ണത തേടാൻ നമ്മൾ അകന്നകന്ന് പോകാതെ ഈ ലോകത്തിൻ്റെ മോട്ടിവേഷൻ, നിറം മങ്ങുന്ന മോട്ടിവേഷൻ അനുസരിച്ച് സത്യം നിറഞ്ഞിരിക്കുന്ന മാതൃത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ തള്ളിക്കളയരുത്. കഴുകൻ നമ്മുടെ ബാഹ്യനേത്രങ്ങളുടെ കാഴ്ച കൊത്തിപ്പറിച്ച് കളയും. അന്തർനേത്രങ്ങൾ തുറക്കാം. ബുദ്ധിക്ക് പ്രകാശമുണ്ടാകട്ടെ. മാതൃത്വത്തെ ഉൾക്കൊള്ളാൻ ഈ ലോകത്തിന് കഴിയട്ടെ. മാതൃരാജ്യത്തിന് വേണ്ടിയും അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ആവശ്യമായ ആഹ്വാനം സ്വീകരിക്കാം. ഇതൊന്നും സ്വീകരിക്കാൻ കഴിയാതെ മാതാവിൻ്റെ സ്വരം വനരോധനമായി മാറുമ്പോൾ ഈശോയും മാതാവും ഹൃദയം പൊട്ടിക്കരയുകയാണെന്ന് ഈ മാതൃദിനത്തിൽ ഓർക്കാം. പരിശുദ്ധ കന്യാമറിയമേ, അമ്മേ, അൽഫോൻസമ്മേ, വിശുദ്ധ കൊച്ചുരസ്യായെ, തെരേസമാരെ, സകല വിശുദ്ധരെ, ആത്മീയ മാതൃത്വമേ, വന്ദനം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മാതൃദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാ അമ്മമാർക്കും പ്രത്യേകമായി ഉണ്ടാകട്ടെ. എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. നിങ്ങൾ തളരരുത്. ഈ ആശീർവാദം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കുരിശ് ചുവട്ടിൽ സഹിച്ചു നിന്ന മാതൃത്വം നമ്മൾ ഓർക്കുക. ആ കുരിശിൻ ചുവട്ടിൽ നമുക്കും വേദനകളുണ്ടാകുമ്പോൾ ഓരോ വേദനയിലും നമുക്ക് വീണ്ടും വീണ്ടും ഒരു പുതുപ്പിറവി, ഒരു പുതുജന്മം നൽകുന്ന അമ്മ എപ്പോഴും കൂടെയുണ്ട്. ആ പുതുപ്പിറവിയിൽ എന്നും ഈ മാതൃത്വം പുതുജനനം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ. ആമേൻ.